ധാരണ വേണം, ഇത് ഞാൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അല്ലാണ്ട് മറ്റുള്ളവർ പറയണ കേൾക്കല്ല ശരിക്കും ചെയ്യേണ്ടത്. ഇത് എന്തപ്പോ ഇത് ആളെ ഞാൻ പുറത്താക്കും. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് നന്ദന കയറുന്നു, തൃശ്ശൂരുകാരിയാണ് എന്നൊക്കെയുള്ള ചെറിയൊരു കേൾവി മാത്രമാണ് നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ ആളകത്തേക്ക് വന്നപ്പോൾ തന്നെ അടപടലം ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അകത്ത് കിടന്നതിനേക്കാൾ വലുതാണ് ഇപ്പോൾ ദേ പുറത്തേന്ന് വന്നു കയറിയത്. നന്ദന സ്വയം പരിചയപ്പെടുത്തുകയാണ്. തൃശ്ശൂരാണ് സ്വദേശം, അക്കൗണ്ടിംഗ് ഒക്കെ പഠിച്ചതാണ്. അച്ഛൻ മരിച്ചുപോയി, അമ്മ വളരെ കഷ്ടപ്പെട്ട് തന്നെ പഠിപ്പിച്ചു. അമ്മ വീട്ടുപണികൾക്കൊക്കെ പോയിട്ടാണ് ഉപജീവനം നടത്തി മുൻപോട്ട് പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടി പോകുന്ന ഒരമ്മയുടെ മകൾക്ക് ബിഗ് ബോസിൽ നിന്നും വിളി വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ആൾക്കാർ ഞെട്ടി. അവർ പറയുന്നു, ഇവളാണോ ബിഗ് ബോസിൽ പോകാൻ പോകുന്നത് എന്നുള്ള ഒരു പരിഹാസം. എന്തായാലും ഞാനിപ്പോൾ ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ കയറി മാന്തും. എനിക്കിഷ്ടമില്ലാത്ത സ്വഭാവം അത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് നിർബന്ധമാണ്, ഹൈജീൻ, വൃത്തി വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൂടാതെ ഈ കിച്ചണിലൊക്കെ കയറുമ്പോൾ മുടി അഴിച്ചിട്ടുകൊണ്ട് അവിടെ പാചകം ചെയ്യുന്നതൊക്കെ എനിക്ക് വെറുപ്പുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് താൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ടായിരിക്കും എന്നെ വിലയിരുത്തുക, പക്ഷേ ഞാൻ ഹൗസിനുള്ളിൽ കയറിയ ശേഷം ഒരു പൊളിക്കും. ഇനി നന്ദനയുടെ വിളയാട്ടമായിരിക്കും അവിടെ കാണാൻ പോകുന്നത്. ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തതിനു ശേഷം ലാലേട്ടന് ചോദ്യം ചോദിച്ചു, ഇതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? യെസ്, ഞാൻ പൊളിച്ചടുക്കിയിരിക്കും. വീണ്ടും ലാലേട്ടൻ ചോദിക്കുകയാണ്, വളരെ ഈസി ആയിട്ടുള്ളൊരു ഗെയിം ആയിട്ടാണോ ഇതിനെ തോന്നുന്നത്? അതെ ലാലേട്ട, അവിടെ പോയി ഞാൻ തകർക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇതുപോലുള്ള വീരവാദം മുഴക്കി അതിനകത്തേക്ക് കയറിപ്പോയി എത്രയോ ആൾക്കാരെ കണ്ട ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. കൈകൊടുത്ത് അങ്ങോട്ട് വിടുകയും സങ്കടത്തോടു കൂടി തിരികെ വരുമ്പോൾ അവരെ ആശ്വസിപ്പിച്ച് പുറത്തേക്ക് പലരെയും പറഞ്ഞു വിടുകയും ചെയ്തിട്ടുള്ള ലാലേട്ടൻ്റെ മറുപടി ഇങ്ങനെയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നന്ദനയുടെ മറുപടി, കപ്പും കൊണ്ട് മാത്രമേ ഞാൻ മടങ്ങി വരൂ. ഉടനെ നന്ദനയോട് ലാലേട്ടൻ പറയുകയാണ്, എന്തായാലും ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഒരു ഗെയിം കളിച്ചിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. തുടർന്ന് ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്തുള്ള വ്യക്തികളിൽ പലരുടെയും ഫോട്ടോസ് അവിടെ പൂർണ്ണകായ പ്രതിമ പോലെ വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് മാലയിടാം എന്ന് പറയുന്നുണ്ട്. അപ്സരയ്ക്കാണ് താൻ മാലയിട്ട് കൊടുത്തത്. അപ്സരയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ ചേച്ചിയെ, ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും, ഫേസ് ടു ഫേസ് സംസാരിക്കും, അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളും അങ്ങനെ തന്നെയാണോ? അതെ, ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനും ഉള്ള കാര്യം മുഖത്ത് നോക്കി തുറന്നു പറയുന്നയാൾ. അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു, ഇവിടെ ആരെയെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് അൻസിബയാണ്. കാരണം ഇവിടെ വന്നത് ഗെയിം കളിക്കാനല്ലേ. എന്നാൽ ഒരു കട്ടിലിൽ കിടന്നുകൊണ്ട് ഏത് സമയം നോക്കിയാലും ഋഷിയെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ബയോയിൽ തന്നെ പറഞ്ഞത്. എരിയുന്ന തീക്കകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത പ്രശ്നങ്ങളെ ആളി കത്തിക്കുന്ന ഒരാളാണ് അൻസിബ. അതുകൊണ്ട് തന്നെ അവളെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ലാലേട്ടൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കാറില്ലേ? ഏയ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പെട്ടെന്ന് ലാലേട്ടൻ, അപ്പോൾ പെട്രോൾ ആയിരിക്കും ഒഴിക്കുന്നതല്ലേ? അടുത്തതായിട്ട് താൻ മാലയിട്ടത് ജാസ്മിൻ ആയിരുന്നു. ജാസ്മിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, തൊട്ടില്ല. ഗബ്രിക്ക് കാണണോ? ലാലേട്ടാ, ഇത് അനേകർ കാണുന്നൊരു ഷോയാണ്, ഇവിടെ വെച്ചത് നിർത്തിക്കോണം, ഇല്ലെങ്കിൽ ഞാൻ അവളെ പുറത്താക്കും. അവളുടെ സ്വഭാവമൊന്നും എൻ്റെ അടുക്കൽ നടക്കില്ല. ചുരുക്കി പറഞ്ഞാൽ നയം ആദ്യം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജാസ്മിനെ പുറത്താക്കുവാൻ വേണ്ടി അവതരിച്ചിരിക്കുന്ന സ്പെഷ്യൽ അവതാരമാണ് നന്ദന. അടുത്ത മാലയിട്ട് കൊടുത്തത് ഗബ്രിക്കാണ്. സുന്ദരന് ഇത്തിരി ആഗ്രഹമൊക്കെയുണ്ട് കാണണമെന്ന്, പക്ഷെ അങ്ങോട്ട് നടക്കുന്നില്ല. ഇത്രയും ക്യാമറയൊക്കെ ഉള്ളത് കൊണ്ട് കാഴ്ച നടക്കുന്നില്ല. സുന്ദരനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി കൊടുത്തോളാം. അടുത്ത ചോദ്യം, ഇവിടെ നിന്ന് പുറത്താക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരെയാണ്? ഉടൻ തന്നെ മറുപടി വന്നു, റസ്മിനെയാണ്. റസ്മിന് മാലയിട്ട് കൊടുത്തു. കോമണറായിട്ടാണ് വന്നത്, പക്ഷെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും റീസൺ വേണ്ടേ? മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതിനനുസരിച്ചല്ല ചെയ്യേണ്ടത്. അവനവന് ഒരു ധാരണ വേണം, എന്തു പറയണം എന്തു ചെയ്യണമെന്നൊന്നും. അങ്ങനെ ഒരു ധാരണയും അവൾക്കില്ല. അവളെ ഞാൻ പുറത്താക്കും, എന്നിട്ട് ഞാൻ ആ സ്പേസിൽ കയറും. ഒടുവിൽ ലാലേട്ടൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് കൈകൊടുത്ത് അകത്തേക്ക് അയക്കാൻ തുടങ്ങുമ്പോൾ പ്രേക്ഷകരോട് പറയുകയാണ്, 100 ദിവസം ഞാനിവിടെ അടിച്ചു പൊളിച്ച് നിൽക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയില്ലേ, സത്യത്തിൽ എനിക്ക് തോന്നുന്നത് മലയാളി പ്രേക്ഷകരുടെ വിലയിരുത്തലുകളും ഇത്രത്തോളം ബിഗ് ബോസ് ഷോയോടുള്ള അവരുടെ സമീപനങ്ങളും നമ്മൾ ചെയ്യുന്ന വീഡിയോകളുടെ കീഴിലുള്ള കമൻറ്റുകളും ഒക്കെ വായിക്കുമ്പോൾ ഏറെക്കുറെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു കൂട്ടം ആൾക്കാരുടെ വെറുപ്പും എതിർപ്പും നന്ദന എന്ന് പറയുന്നയാൾ നേടിയെടുത്തിട്ടുണ്ടാവാനാണ് സാധ്യത.
പിന്നെ ഇതിനേക്കാൾ വലിയ വാചകം അടിച്ചിട്ട് പോയ പല ആൾക്കാരും അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ കപ്പും കൊണ്ടേ പുറത്തു വരൂ എന്ന് പറഞ്ഞ് കയറിപ്പോയ പല ആൾക്കാരും വീട്ടിനകത്തുനിന്ന് പുറത്തു പോയി കഴിഞ്ഞു. നന്ദനയുടെ ഈ ചാട്ടവും ബഹളവും ഒക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് രതീഷിനെ ആയിരുന്നു. ഇത് രതീഷിനേക്കാൾ ഹൈപ്പറാണ് എന്നിപ്പോൾ ഒരു തോന്നലുണ്ട്. എന്തൊക്കെയായിരിക്കും ഇനി അകത്ത് കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഉൾക്കിടിലും കൂടി സംഭവിക്കുന്നുണ്ട്. എന്തായാലും നന്ദനയുടെ വിളയാട്ടം കാണുവാൻ വേണ്ടി നമുക്ക് ജാഗ്രതയോട് കൂടി കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.